ഒരു കാലത്ത് കത്തുകളും മണി ഓർഡറുകളും ഒക്കെയായി തിളങ്ങി നിന്ന നമ്മുടെ പോസ്റ്റ് ഓഫീസുകൾ ഓർമ്മയില്ലേ? പോസ്റ്റുമാനെ കാത്തു നിൽക്കുന്ന കാലമൊക്കെ പഴയ സിനിമകളിലെ കാഴ്ചകൾ മാത്രമായി. മൊബൈൽ ഫോണുകളുടെയും ഇമെയിലിൻ്റെയും ഒക്കെ വരവ് തിരിച്ചടിയായത് തപാൽ മേഖലയ്ക്കാണ്. പോസ്റ്റ് ഓഫീസുകൾ ആളൊഴിഞ്ഞ ഇടങ്ങളായി. ഇപ്പോഴിതാ കേന്ദ്ര സർക്കാരിൻ്റെ പോസ്റ്റൽ പുനഃസംഘടനാ നയത്തിൻ്റെ ഭാഗമായി 150 പോസ്റ്റ് ഓഫീസുകളാണ് കേരളത്തിൽ നിർത്തലാക്കാനൊരുങ്ങുന്നത്. സംസ്ഥാനത്തെ വിവിധ ഡിവിഷനുകളിലായി 36 പോസ്റ്റ് ഓഫീസുകൾ ഇതിനകം പൂട്ടിക്കഴിഞ്ഞു. പെട്ടെന്നുള്ള ഈ നീക്കം ജനങ്ങളുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. നഗരങ്ങളിൽ 2 കിലോമീറ്റർ പരിധിക്കുള്ളിലും ഗ്രാമങ്ങളിൽ 5 കിലോമീറ്റർ പരിധിക്കുള്ളിലും ഒന്നിലധികം പോസ്റ്റ് ഓഫീസുകൾ വേണ്ടെന്ന കർശന നിർദ്ദേശത്തെ തുടർന്നാണ് പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടാൻ തീരുമാനമായത്. ഇങ്ങനെ പോസ്റ്റ് ഓഫീസുകൾ പെട്ടെന്ന് അടച്ചുപൂട്ടുമ്പോൾ അനായാസം ജനങ്ങൾക്ക് ലഭ്യമായിരുന്ന സേവനങ്ങളെ സംബന്ധിച്ച കാര്യത്തിലും അവരുടെ മേൽവിലാസം മാറുന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളും ആശങ്ക കൂടുതലാണ്. ഓരോ പ്രദേശത്തിൻ്റെയും പിൻകോഡ് മാറുമെന്നതാണ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്നത്. പിൻകോഡ് മാറുന്നത് ആധാർ കാർഡ്, പാസ്പോർട്ട്, റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിയ സുപ്രധാന രേഖകളിലെല്ലാം മാറ്റം വരുത്താനിടയാകും. വീടിനടുത്ത് ലഭ്യമായിരുന്ന സേവിങ്സ് ബാങ്ക്, ഇൻഷുറൻസ് സേവനങ്ങൾ എന്നിവയ്ക്കായി ഇനി മറ്റു കേന്ദ്രങ്ങളെ ആശ്രയിക്കേണ്ടി വരും. മലപ്പുറം മഞ്ചേരിയിൽ ബസാർ പോസ്റ്റ് ഓഫീസിനും വാക്കേത്തൊടി പോസ്റ്റ് ഓഫീസിനും താഴെ വീണു. ബസാർ പോസ്റ്റ് ഓഫീസ് കച്ചേരിപ്പടിയിലേക്ക് മാറ്റണമെന്ന വർഷങ്ങളായുള്ള ആവശ്യം നിലനിൽക്കെയാണ് പൂട്ടിയത്. മഞ്ചേരിയിലെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകൾ, കോടതി സമുച്ചയം, കോടതികളുടെ വ്യവഹാരവുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട അറിയിപ്പുകൾ, കത്തിടപാടുകൾ, നിയമപരമായിട്ട് നടക്കേണ്ട, തെളിവ് സഹിതം നടക്കേണ്ട സാധനങ്ങൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ് നടക്കുന്നത്. അവിടെ സെൻട്രൽ പോസ്റ്റ് ഓഫീസ് അവിടുന്ന് എടുത്ത് ഒരു റിമോട്ട് ഏരിയയ്ക്ക് മാറ്റി. ഇപ്പോൾ കച്ചേരിപ്പടിക്കകത്ത് പോസ്റ്റ് ഓഫീസ് സംവിധാനം ഇല്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുതൽ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളടക്കം സെൻട്രൽ പോസ്റ്റ് ഓഫീസ് മാറുന്ന സാഹചര്യത്തിൽ മഞ്ചേരിയിലുണ്ടായിരുന്ന ബസാർ പോസ്റ്റ് ഓഫീസ് കച്ചേരിപ്പടിയിലേക്ക് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടതാണ്. ബസാർ പോസ്റ്റ് ഓഫീസ് മഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിന് കീഴിലും വാക്കേത്തൊടി ഓഫീസ് മഞ്ചേരി കോളേജ് പോസ്റ്റ് ഓഫീസിനുമാണ് ലയിപ്പിച്ചത്. പോസ്റ്റ് ഓഫീസുകളുടെ ലയനത്തോടെ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ തിരക്ക് വർദ്ധിക്കാനിടയാകും. ഇത് സ്പീഡ് പോസ്റ്റ്, പാഴ്സൽ തുടങ്ങി അതിവേഗ സേവനങ്ങളെ ആശ്രയിക്കുന്നവർക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയുണ്ട്. പൊതുസംവിധാനത്തെ തകർക്കാൻ കാരണമാകുമെന്നും ആരോപണമുണ്ട്. നേരത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസ് കച്ചേരിപ്പടിയിലാണ് ഉണ്ടായിരുന്നത്. അത് വളരെ പ്രയോജനകരമാണ്. കച്ചേരിപ്പടിയിലാണ് സർക്കാർ, കോടതി, ട്രഷറി, മറ്റ് സിവിൽ സ്റ്റേഷൻ എല്ലാ ഓഫീസുകളും പ്രവർത്തിക്കുന്നത്. അതിപ്പോൾ കച്ചേരിപ്പടിയിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാറ്റിയിട്ടാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ദൈനംദിനമായിട്ട് ജനങ്ങളെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് ഈ അടച്ചുപൂട്ടലോടുകൂടി ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല പൊതുജന ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരേണ്ടതാണ്. ഈ അടച്ചുപൂട്ടിയത് പുനഃസ്ഥാപിക്കുകയോ അതിനല്ലെങ്കിൽ തത്തുല്യമായൊരു സൗകര്യമോ ഒരുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പിൻകോഡ് മാറ്റത്തെപ്പറ്റി നിർദ്ദേശങ്ങൾ നൽകാത്തത് ഇടപാടുകാർക്ക് കടുത്ത ആശങ്കയുണ്ടാക്കുന്നുണ്ട്. തപാൽ ഓഫീസുകൾ ഇല്ലാത്തയിടത്ത് പുതിയ ഓഫീസുകൾ തുറക്കുവാനും അതുവഴി കൂടുതൽ ജനങ്ങൾക്ക് തപാൽ സേവനം ലഭ്യമാകാനുമാണ് പുനഃസംഘടന എന്നാണ് വാദം. എന്നാൽ ഈ അടച്ചുപൂട്ടലിനെതിരെ പ്രതിഷേധം വ്യാപകമാണ്. പ്രതിഷേധം നിലനിൽക്കുമ്പോഴും അടച്ചുപൂട്ടൽ തുടരുകയാണ് എന്നതാണ് പ്രത്യേകത. മുഹമ്മദ് അഷ്റഫിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.